സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കേരള തീരത്ത് നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിക്കുന്നു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മുതൽ 30 വരെ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ശ്രീനന്ദ ചേർന്നുണ്ട്. ശ്രീനന്ദ, ശക്തമായ മഴ തന്നെയാണ് കുറച്ച് ദിവസങ്ങളായി അനുഭവപ്പെടുന്നത്. അത് ഇനിയും അതിൻ്റെ ശക്തി വർദ്ധിക്കും എന്നുള്ള സൂചന തന്നെയല്ലേ ഇപ്പോൾ ഉണ്ടാകുന്നത്? വിഷ്ണു, അതിശക്തമായ മഴ തന്നെയാണ് തിരുവനന്തപുരത്തുടനീളമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ചു മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ വൈദ്യുതി ബന്ധങ്ങൾ വിച്ഛേദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. KCB ഇപ്പോൾ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുള്ളതായി നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. നിരവധി സ്ഥലങ്ങളിൽ വൻ നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറിൽ തന്നെ അതിശക്തമായ മഴയും അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യതകൾ ഉണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. എന്തായാലും കടൽ കയറാനുള്ള സാധ്യതകൾ അതിരൂക്ഷമാണ്. ഇപ്പോൾ കടൽ കയറുന്ന ഒരു സാഹചര്യം കൂടി കണ്ടുവരുന്നുണ്ട്. എന്നാൽ കൂടി ഈ വിനോദസഞ്ചാരികളോടും അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിൽ എത്തുന്ന ആളുകളോടും കടലിൽ പോകരുതെന്നും അതുപോലെ തന്നെ പ്രദേശങ്ങളിൽ നിൽക്കരുതെന്നുമുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കിള്ളിയാറിലാണ്. ഇതിന്റെ സമീപത്ത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ എന്ന് പറയെങ്കിൽ പോലും പക്ഷേ ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്ന പോലെ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റുമെല്ലാം ഈ ഒരു തീരത്തടിയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നല്ല കുത്തൊഴുക്കാണ് ഇപ്പോൾ കിള്ളിയാറിൽ ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇനി ഒരു മഴ കൂടി പെയ്തു കഴിഞ്ഞാൽ പ്രളയം നടന്ന സമയത്ത് എങ്ങനെയാണോ കിള്ളിയാർ ഉണ്ടായിരുന്നത് അതുപോലെ വെള്ളം രൂക്ഷമായി പൊങ്ങാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ കൂടാനുള്ള ഒരു വർധനവുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കവചം സൈറനുകൾ മുഴങ്ങുമെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിശക്തമായ മഴ തന്നെയായിരിക്കും ഉണ്ടാവുക. മലയോര മേഖലകളിലെല്ലാം തന്നെ വൻ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിവിധ വീടുകളുടെ മുകളിൽ കൂടി മരങ്ങൾ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ആർക്കും തന്നെ പരിക്കുകൾ ഇല്ല എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറിൽ അതിശക്തമായ മഴ തന്നെയായിരിക്കും കേരളത്തിലുടനീളം ഉണ്ടാവുക എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. രാത്രിയിൽ നിരവധി ആളുകളോട് അല്ലെങ്കിൽ ഈ ഒരു വൈകുന്നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകളോട് തീരപ്രദേശങ്ങളിൽ പോകരുതെന്നും അതുപോലെ തന്നെ പുറത്തിറങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ പാലിച്ച ശേഷം മാത്രം പുറത്തു പോവുക. അത് എല്ലാം തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. ഡെങ്കിപ്പനി അതുപോലെ തന്നെ മലേറിയ പോലുള്ള രോഗങ്ങൾ, എലിപ്പനി പോലുള്ള രോഗങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. അതിന് വേറൊന്നുമല്ല കാരണം ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലെല്ലാം തന്നെ അവരുടെ കൈകാലുകൾ കഴുകുന്നു അല്ലെങ്കിൽ കൈകാലിൽ വെള്ളം നൽകുന്നതെല്ലാം തന്നെ ഈ ഒരു പ്രശ്നത്തിന് കാരണമാകുന്നു. അതുപോലെ ആരോഗ്യവകുപ്പ് പറയുന്ന കാര്യങ്ങളാണ്. എന്തായാലും ആരും തന്നെ ഈ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ വരാതെ സൂക്ഷിക്കുക. സ്വന്തം ആരോഗ്യം സ്വയമേ തന്നെ സംരക്ഷിക്കുക എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പും മറ്റും പറയുന്നത്. എന്തായാലും വരും മണിക്കൂറിൽ എല്ലാ ജില്ലകളിലും തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ശ്രീനന്ദ, എന്തായാലും ഇത്രത്തോളം ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ പോലും മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ ഒരു പാളിച്ച ഉണ്ടായി എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. പല സ്ഥലങ്ങളിലും ഈ മഴക്കെടുതികൾ രൂക്ഷമാകാനുള്ളൊരു കാരണവും അതുതന്നെയാണ്. നേരത്തെ ഇത് തന്നെ ഈ മഴ മുന്നറിയിപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ട് നേരത്തെ പലയിടങ്ങളിലും ആവശ്യപ്പെട്ട അല്ലെങ്കിൽ ആവശ്യമായി വന്ന പ്രവർത്തനങ്ങൾ ചെയ്യാത്തൊരു സാഹചര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള മഴക്കെടുതികൾ വർദ്ധിക്കാനുള്ളൊരു കാരണത്തിലേക്ക് നയിച്ചത്. എന്നിരുന്നാൽ കൂടിയും ഇനിയും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യം തന്നെയല്ലേ ഉള്ളത്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ശക്തമായ മഴ ഇനിയും തുടരുന്നുണ്ട്. ഈ പറയുന്നത് പോലെ റോഡുകളിലും മറ്റും ഉള്ള വലിയ മരങ്ങൾ, ഇത്തരത്തിൽ വീഴാറായി നിൽക്കുന്ന മരങ്ങളൊക്കെ തന്നെയും മുറിച്ചു മാറ്റണം. അത്തരത്തിലുള്ള ചില നടപടികൾ കൂടി ഉണ്ടാകണമെന്നുള്ളൊരു കാര്യം തന്നെയല്ലേ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്? തീർച്ചയായിട്ടും വിഷ്ണു, മഴക്കാലം എത്തിയാൽ മാത്രം അല്ലെങ്കിൽ മഴക്കാലം ഉണ്ടാകുമ്പോൾ വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സർക്കാർ അല്ലെങ്കിൽ കോർപ്പറേഷനാണ് ഇപ്പോൾ നമുക്ക് ഉള്ളതെന്ന് തന്നെ നാട്ടുകാരുടെ അഭിപ്രായം. കാരണം വേനൽ മഴ മുൻപ് തന്നെ എത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ കാലവർഷം അതിവേഗതയിൽ, കാരണം 15 വർഷത്തിന് ശേഷമാണ് ഇത്രയും മുൻപ് കാലവർഷം എത്തുന്നത്. ഈ കാലവർഷം എത്തിയ ശേഷം ഇത്രയും വലിയ നാശനഷ്ടം ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ ഒരു മഴക്കാല ശുചീകരണവും അതുപോലെ
അതുപോലെ തന്നെ മഴയ്ക്ക് മുൻപ് തന്നെ ഈ ഒരു വൃത്തിയാക്കൽ നടപടികളോ അല്ലെങ്കിൽ ഈ മരച്ചില്ലകൾ റോഡിന് അല്ലെങ്കിൽ സ്കൂളുകൾക്ക് തടസ്സമായി നിൽക്കുന്ന മരച്ചില്ലകളെല്ലാം അപകട സാധ്യതയായി നിൽക്കുന്ന മരച്ചില്ലകളെല്ലാം മുറിച്ചു മാറ്റേണ്ട ഒരു ഇത് ചെയ്യേണ്ടിയിരുന്നു. എന്നാൽ സർക്കാർ യാതൊരുവിധ നടപടികളും ഇതുവരെ സ്വീകരിച്ചില്ല. കഴിഞ്ഞ ദിവസം മന്ത്രി ശിവൻകുട്ടി പറയുകയുണ്ടായി, എന്ത് വന്നാലും സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപ് തന്നെ മരച്ചില്ലകളെല്ലാം അപകട ഭീതിയിൽ നിൽക്കുന്ന മരച്ചില്ലകളെല്ലാം തന്നെ മുറിച്ചു മാറ്റും എന്നുള്ളൊരു കാര്യം മന്ത്രി പറയുകയുണ്ടായി വാർത്താ സമ്മേളനത്തിൽ. എന്തായാലും എല്ലാവരും പറയുന്നത് എന്തുകൊണ്ടാണ് കാലവർഷം എത്തിച്ചേരും എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിട്ടും എന്താണ് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം മുൻപ് തന്നെ ശ്രീനന്ദ, ജനങ്ങളൊക്കെ തന്നെയും ഒന്നടങ്കം പറയുന്നത് അത് തന്നെയാണ്. ഇതിനു മുമ്പ് ഈ മഴക്കാലപൂർവ്വ ശുചീകരണം എന്തുകൊണ്ട് കൃത്യമായി നടത്തിയില്ല എന്നുള്ള ചില ആക്ഷേപങ്ങൾ തന്നെയാണ് ഉയരുന്നത്.